ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ പ്രീതം ആൻഡ് പെഡ്രോ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ആദ്യ സീനിൽ തന്നെ ഒരു ATM 3 പേർ ചേർന്ന് കൊള്ളയടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവർ 3 പേരും ബുർഖ ധരിച്ചാണ് മുഖം മറച്ചിരിക്കുന്നത്. 2 പേർ മെഷീനിൽ ഒരു ലോക്ക് ഇടുന്നു. മൂന്നാമൻ വണ്ടിയിലിരുന്ന് വണ്ടി വേഗത്തിൽ മുന്നോട്ടേക്ക് എടുക്കുന്നു. മെഷീൻ പൊട്ടി വരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് മെഷീൻ അടിച്ചു മാറ്റിയതായിട്ടാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഇയാളുടെ പേര് പ്രീതം എന്നാണ്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാനായി വന്നിരിക്കുകയാണ്. എൻ്റെ മുത്തശ്ശൻ്റെ ടേപ്പ് റെക്കോർഡർ കാണാനില്ല, കണ്ടുപിടിച്ച് തരണം എന്ന് ചോദിക്കുന്നു. എടോ, ആ ടേപ്പ് റെക്കോർഡറിന് ഒരു 1000 രൂപയല്ലേ വില കാണൂ? ഇതിനാണോ പരാതി കൊടുക്കാൻ വന്നിരിക്കുന്നത്? ഇവിടെ 25 ലക്ഷം രൂപ ATMിൽ നിന്ന് മോഷണം പോയി, ഞങ്ങൾ അതിന്റെ തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ വഴക്ക് പറയുന്നു. ഇദ്ദേഹം തന്റെ മുത്തശ്ശനെ പറഞ്ഞു വിടുന്നു. സർ, എൻ്റെ മുത്തശ്ശന് അതിലുള്ള ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് സർ. എൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കൈവശം ആകെ ഉള്ളത് അത് മാത്രമാണ്, കണ്ടുപിടിച്ച് തരണം സർ എന്നൊക്കെ ഇയാൾ വളരെ കേണ് അപേക്ഷിക്കുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നത്. ഇവനെന്താ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്? ഇവനെ പിടിച്ച് ഉള്ളിലിട് എന്ന് പറഞ്ഞ് സെല്ലിനകത്ത് അടയ്ക്കുന്നു. ഇപ്പോൾ ആ 25 ലക്ഷം രൂപ ATMിൽ നിന്ന് കാണാതായ കേസിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ഈ പ്രീതം പറയുന്നു. എന്ത്, നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയോ? എങ്കിൽ കണ്ടുപിടിച്ച് കാണിക്കേ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. പ്രീതം കുറച്ചു നേരം ചില കാര്യങ്ങൾ നോക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഇതിന് പിന്നിൽ ഈ 4 പേരാണ് എന്ന് പറഞ്ഞ് അവരുടെ ലിസ്റ്റ് എടുത്ത് നൽകുന്നു. ശരി, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറും സംഘവും ആ സ്ഥലത്തേക്ക് വരുന്നു. അവർ താമസിച്ചിരുന്ന വീട് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ബുർഖകൾ കിട്ടുന്നു. അങ്ങനെ മോഷണം നടത്തിയത് അവർ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പാവുന്നു. അവരടുത്തുള്ള ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അവിടെ പോയി അവരെ പിടിക്കാമെന്ന് കരുതി ഇൻസ്പെക്ടറും ടീമും അവിടേക്ക് വരുന്നു. പോലീസിനെ കണ്ടതും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർ ആ 4 പേരെയും പിടികൂടുന്നു. അവരാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഹീറോ കാരണമാണല്ലോ ഈ കേസ് സോൾവ് ആയത്. അതുകൊണ്ട് ഇൻസ്പെക്ടർ ഹീറോയോട് നന്ദി പറയുന്നു. ഹീറോയെ വീട്ടിലാക്കാനായി അദ്ദേഹം കൊണ്ടുപോവാണ്. എങ്ങനെയാണിത് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ മോഷണം നടത്തുമ്പോൾ ആശയവിനിമയത്തിനായി അവർ ഫോൺ ഉപയോഗിച്ചിരിക്കുമല്ലോ. ആ ടവർ റേഞ്ചിൽ ആരുടെയൊക്കെ ഫോണാണ് കണക്ട് ആയതെന്ന് നോക്കിയപ്പോൾ ഒരു 25 പേർ ആ സമയത്ത് സംസാരിച്ചതായി കണ്ടു. അതിൽ നിന്നാണ് 4 പേരെ കണ്ടെത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു, അങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ ഹീറോ പറയുന്നു. സത്യത്തിൽ നീ വലിയ ആള് തന്നെയാണ്, നിനക്ക് ഈ ഹാക്കിംഗ് ഒക്കെ അറിയാലോ. അപ്പോൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല സർ, ഈ ഹാക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ നിർത്തി, ഇപ്പോൾ സാധാരണ ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അത് പറയാൻ തയ്യാറാവുന്നില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ മുത്തശ്ശൻ്റെ ടേപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം സർ, പ്ലീസ് സർ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു കേസ് സോൾവ് ചെയ്തെന്ന് നിനക്ക് ഞാനത് കണ്ടുപിടിച്ച് തരാതിരിക്കോ? എല്ലാവരോടും പറഞ്ഞ് ഞാൻ അന്വേഷിക്കാം, വിഷമിക്കാതെ പോ എന്ന് പറഞ്ഞ് വീട്ടിലിറക്കി വിടുന്നു. ഇപ്പോൾ സ്പോർട്സ് മിനിസ്റ്ററുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതിനായി ഇൻസ്പെക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇൻസ്പെക്ടർ അകത്തു വന്ന് മിനിസ്റ്ററോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ മിനിസ്റ്ററുടെ മകൻ എതിരെ വരുന്നുണ്ട്. നിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ അവന് കൈയൊക്കെ കൊടുക്കുന്നു. അവന്റെ പേര് ബെന്നി എന്നാണ്. കയ്യിൽ തീ പൊള്ളലേറ്റ പാടുണ്ട്. എന്താ മോനെ, പരിക്ക് പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, പടക്കം പൊടിച്ചപ്പോൾ പൊള്ളിയതാണ് എന്നവൻ പറയുന്നു. ഇപ്പോൾ അകത്ത് വന്ന് മിനിസ്റ്ററേയും ഭാര്യയും കാണുന്നു. സത്യത്തിൽ ഭാര്യയുടെ ഫോണാണ് കാണാതായിരിക്കുന്നത്. ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഇവിടെ ആര് വന്നെടുക്കാനാണ്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, കണ്ടുപിടിച്ച് തരണം എന്ന് സ്പോർട്സ് മിനിസ്റ്റർ പറയുന്നു. ഇൻസ്പെക്ടർ വരുന്ന വഴിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സർ, പുറത്തു നിന്ന് ആരും വരാൻ സാധ്യതയില്ല, നിങ്ങളുടെ മകൻ തന്നെയാണ് അത് എടുത്തത്. കാരണം നിങ്ങളുടെ മകൻ പൊതുവെ ഫോൺ അധികം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണല്ലോ, അവൻ തന്നെയായിരിക്കും എടുത്തത് എന്ന് പറയുന്നു. ഇത് കേട്ടതും മിനിസ്റ്റർക്ക് ദേഷ്യം വരുന്നു. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഇൻസ്പെക്ടറെ പറഞ്ഞു വിടുന്നു. അപ്പുറത്ത് ഇൻസ്പെക്ടർ കേസ് സോൾവ് ചെയ്യാനായി അവർ പറഞ്ഞതുപോലെ ഒരു ഫോൺ സംഘടിപ്പിക്കുന്നു. സ്ഥിരമായി മോഷണം നടത്തുന്ന ഒരാളെ വെച്ച് ഈ കേസ് അവസാനിപ്പിക്കാം എന്ന് അദ്ദേഹം കരുതുന്നു. അയാളും ശരി, ഞാൻ സമ്മതിക്കാം എന്നൊക്കെ പറയാണ്. ഇതാ നിങ്ങളുടെ ഫോൺ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ വ്യാജമായി ഒരു ഫോൺ റെഡിയാക്കി വെക്കുന്നു. എന്നാൽ അതിനിടയിൽ സ്പോർട്സ് മിനിസ്റ്റർ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകൻ്റെ റൂമിൽ നിന്ന് തന്നെ ഫോൺ കിട്ടി, നീ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. പക്ഷെ ഇപ്പോൾ നീ ഒരു കള്ളത്തരം ചെയ്യാൻ നോക്കിയല്ലോ, അതായത് ഫോൺ കിട്ടിയില്ല എന്നതുകൊണ്ട് നീ തന്നെ ഒരു കള്ളനെ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ. ഇതിനു വേണ്ടി ഈ പോസ്റ്റിൽ നിന്ന് നിന്നെ ഞാൻ മാറ്റുന്നു എന്ന് പറയാണ്. സർ, അറിയാതെ പറ്റിപ്പോയതാണ്, എന്നെ മാറ്റരുത് എന്നൊക്കെ ഇൻസ്പെക്ടർ അപേക്ഷിക്കുന്നു. എന്നാൽ മിനിസ്റ്റർ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിന്റെ സീനിയറിനോട് ഞാൻ ഉടനെ സംസാരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സീനിയറുമായി സംസാരിച്ച് താൽക്കാലികമായി ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് മാറ്റുന്നു. സ്വന്തമായി വരുത്തി വെച്ച വിനയോർത്ത് എന്താ ഇങ്ങനെ ചെയ്തു പോയത് എന്ന് പൊലമ്പിക്കൊണ്ട് ഇൻസ്പെക്ടർ വീട്ടിലേക്ക് വരുന്നു. ഇദ്ദേഹവും ഭാര്യയും കുറച്ച് നാളായിട്ട് ശരിക്കും സംസാരിക്കാറില്ല. അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ഇപ്പം നമുക്കറിയില്ല. എൻ്റെ പോസ്റ്റ് പോയല്ലോ എന്നോർത്ത് ഇദ്ദേഹം വിഷമിക്കുകയാണ്. സൈബർ സെൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഇദ്ദേഹത്തെ ഇൻചാർജായി നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി ഒരാൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല. ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുന്നവർക്ക് ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് മനസ്സിലാവുന്നു.
അവിടെയുള്ളൊരു പെൺകുട്ടിയാണ് പതുക്കെ പതുക്കെ ഇദ്ദേഹത്തെ സഹായിക്കുന്നത്. സർ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കംപ്ലൈന്റ് എടുക്കേണ്ടത്, ഇതാണ് നമ്മുടെ ജോലി എന്നൊക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹം സീനിയറെ കാണാനായി വരികയാണ്. സർ, ഇതൊന്നും എനിക്ക് ശരിയാവില്ല, എത്രയും വേഗം എന്നെ മാറ്റണം സർ എന്ന് ആവശ്യപ്പെടുന്നു. നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വ്യക്തമായി 2 കേസുകൾ സോൾവ് ചെയ്യുക, നിനക്ക് നിന്റെ പഴയ പോസ്റ്റ് ഞാൻ തിരികെ തരാം എന്ന് സീനിയർ പറയുന്നു. ശരി സർ, ഞാൻ നോക്കിക്കോളാം എന്ന് ഇദ്ദേഹവും സമ്മതിക്കുന്നു. ഹീറോയെ കൂടെ കൂട്ടാം എന്ന വിശ്വാസത്തിലാണ് ഇദ്ദേഹം അത് സമ്മതിക്കുന്നത്. ഇപ്പോൾ ഹീറോയെ കാണാനായി വരികയാണ്. നിന്റെ മുത്തശ്ശന്റെ ടേപ്പ് ഞാൻ കണ്ടുപിടിച്ചു തരാം, പക്ഷെ അതിനായി നീ എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. എന്ത്, ഹാക്കിംഗ് ഒക്കെ ചെയ്യണമെന്നാണോ? സർ, വീണ്ടും ആ പണി ഞാൻ ചെയ്യില്ല എന്ന് ഹീറോ പറയുന്നു. അല്ലല്ല, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നൊക്കെ സംസാരിച്ച് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇന്ന് ഇൻസ്പെക്ടറുടെ മകന്റെ ജന്മദിനമാണ്. ഭാര്യ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ TV ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വിളിച്ച് ഒരു കാര്യം പറയുന്നു. ഒരു വ്യക്തി വിളിച്ചിട്ട് ഇന്ന് 2 പേരെ ഞാൻ കൊല്ലാൻ പോകുന്നു, ഞാൻ മരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക് എന്ന് ആ പെൺകുട്ടി ഇദ്ദേഹത്തോട് പറയുന്നു. നമ്മുടെ ജോലി അത് തന്നെയല്ലേ, നോക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പുറപ്പെടുന്നു. ഹീറോയോട് സഹായം ചോദിക്കുകയാണ്. ഹീറോ ആദ്യം കഴിയില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഹീറോയുടെ മനസ്സിലേക്ക് ഒരു ലൈറ്റ് ഹൗസിൽ നിന്ന് ആരോ താഴേക്ക് വീഴുന്നത് പോലെയുള്ള ഒരു ഓർമ്മ വരുന്നു. ഉടനെ ഹീറോ ശരി സാർ, ഞാൻ സഹായിക്കാം എന്ന് സമ്മതിക്കുകയാണ്. ഇവിടെ വെച്ച് ആദ്യ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇപ്പോൾ മോഹൻ എന്നൊരാളെ കാണിക്കുന്നു. ഇയാൾ തോക്കെടുത്ത് വെക്കുകയാണ്. ഇയാളുടെ മകൻ മുത്തശ്ശിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ, മുത്തശ്ശിയെ നന്നായി നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങാണ്. എന്തോ ഒരു തെറ്റായ തീരുമാനം എടുത്താണ് ഇയാൾ പോകുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ സമയത്ത് ഇൻസ്പെക്ടറും ഹീറോയും ചേർന്നിട്ട് കോൾ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അയാളോട് സംസാരിക്കുക എന്ന് ആ സ്ത്രീയോട് പറയുന്നു. ആ സ്ത്രീ അയാൾ കോൾ ചെയ്ത നമ്പറിലേക്ക് വീണ്ടും വിളിച്ച് സംസാരിക്കുന്നു. അത് മോഹൻ തന്നെയാണ്. മോഹനാണ് 2 പേരെ കൊല്ലാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾ പറയാണ്. ഇവർക്കറിയാവുന്ന വിവരങ്ങൾ ഹീറോയ്ക്കും ഇൻസ്പെക്ടർക്കും കൈമാറുന്നു. ഇപ്പോൾ അയാളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് വെച്ച് ചിന്തിക്കുമ്പോൾ അയാൾ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഭാര്യയെ കുറച്ച് നാളായി അയാൾ സംശയിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് അയാൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഭാര്യയെ കൊല്ലാനായിരിക്കും അയാൾ പോകുന്നതെന്ന് ഇവർ ഊഹിക്കുന്നു. ഭാര്യ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു ഹോട്ടലിലാണെന്ന് മനസ്സിലാവുന്നു. ഇവർ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മോഹൻ അവിടെ എത്തുന്നു. കൃത്യമായി ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവർ വേഗത്തിൽ അവിടെ എത്തുന്നു. ഇപ്പോഴാണ് ആ മോഹൻ പോയത് എന്ന് റിസപ്ഷനിലുള്ള ആ പെൺകുട്ടി പറയുന്നു. അയ്യോ പോയല്ലോ, എങ്ങനെയെങ്കിലും തടയണം എന്ന് ഇവർ 2 പേരും ചിന്തിക്കുകയാണ്. മോഹൻ ലിഫ്റ്റിൽ പോയതുകൊണ്ട് ഇവർ പടികൾ കയറി വേഗത്തിൽ അവിടെ എത്തുന്നു. മോഹൻ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ പോലീസ് ജോലി കാരണം വീട്ടിൽ ശരിക്കും സമയം ചെലവഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മളാണത് ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്നു. എന്നാൽ മോഹൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഘട്ടത്തിൽ ഭാര്യയുള്ള റൂമിലേക്ക് അയാൾ വേഗത്തിൽ കടക്കുന്നു. ഭാര്യ വേറൊരാൾക്കൊപ്പം നിൽക്കുകയാണ്. ഇവരെ കണ്ടതും അവൾ വല്ലാതെ ഭയപ്പെടുന്നു. അയാൾ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇൻസ്പെക്ടർ പതിയെ സംസാരിച്ച് അയാളുടെ മനസ്സ് മാറ്റുന്നു. നിന്റെ മകനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ, നിന്റെ മകന് നീ കൂടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം ചിന്തിച്ച് മോഹൻ ഭാര്യയെ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ കേസും ഇദ്ദേഹം നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നു. നല്ല സമയം നമ്മൾ തടഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് തടയാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയെ അഭിനന്ദിക്കുന്നു. ഹീറോ പറയുന്നുണ്ട്, സർ, നിങ്ങളാണ് നന്നായി സംസാരിച്ച് അയാളെ തടഞ്ഞത് എന്ന്. മകന്റെ ജന്മദിനം ആഘോഷിക്കാതെ പാതി വഴിക്ക് പോയതുകൊണ്ട് വേഗത്തിൽ ഹീറോയെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട്. വൈകിയതിന് ദേഷ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഇദ്ദേഹം വരുമായിരുന്നു. ഇവരുടെ മകൻ പണ്ടെങ്ങോ മരിച്ചു പോയതാണ്. ഇല്ലാത്ത മകന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ വഴക്കുണ്ടാവുന്നു. മകൻ ഇല്ലാതായതിന് കാരണം നീയാണ്. നീ അന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കുളിക്കാൻ പോവില്ലായിരുന്നു, മരിക്കില്ലായിരുന്നു. നിന്നെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഭാര്യ പറയുന്നു. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവളും പിണങ്ങി പോകുന്നു. ഇവർ വഴക്കിട്ട് പിരിയുന്നത് ഹീറോ കാണുന്നുണ്ട്. ഹീറോയ്ക്കും അത് വിഷമാവുന്നുണ്ട്. സർ, ഭാര്യയോട് സംസാരിച്ച് നിങ്ങൾ വീണ്ടും ഒന്നിക്കണം എന്ന് ഹീറോ പറയുന്നു. അവളോട് ഞാൻ എന്തിനു സോറി പറയണം, അതൊക്കെ നോക്കാം. തൽക്കാലം എനിക്ക് എൻ്റെ പഴയ പോലീസ് ജോലി തിരികെ വേണം, അതിന് നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ പറ എന്ന് ഇൻസ്പെക്ടർ പറയാണ്. അപ്പോഴാണ് ഹീറോയുടെ ടേപ്പ് കിട്ടിയതായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്. സൂപ്പർ, ടേപ്പ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഹീറോയെ ഇൻസ്പെക്ടർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ടേപ്പ് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ളിലെ കാസറ്റ് മാറിയിരിക്കുന്നു. ഇയാളുടെ കാസറ്റ് അല്ല അതിലുള്ളത്. സർ, എൻ്റെ മുത്തശ്ശിയുടെ ശബ്ദമാണ് മുത്തശ്ശൻ ഏറ്റവും വലുത്. എനിക്ക് ആ കാസറ്റാണ് സർ വേണ്ടത് എന്ന് പറയുന്നു. ശരി, ആ കാസറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ അവരോട് പറയാം എന്ന് ഇൻസ്പെക്ടർ പഴയ പോലീസുകാരോട് പറയാണ്. അപ്പോഴാണ് വാർത്തകളിൽ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. സ്പോർട്സ് മിനിസ്റ്ററുടെ മകൻ ബെന്നിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ വാർത്ത കണ്ട് ഇദ്ദേഹം ഞെട്ടിപ്പോവാണ്. ഏതാണ്ട് ഇതും ഇദ്ദേഹത്തിന്റെ കേസ് പോലെ തന്നെയാണ്. കാരണം ഭീഷണിപ്പെടുത്തുന്നവരുടെ കോൾ റെക്കോർഡ് ചെയ്യുക, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ ജോലിയാണല്ലോ. അതുകൊണ്ട് അസിസ്റ്റന്റ് പെൺകുട്ടിയെയും കൂട്ടി ഇദ്ദേഹം ആ സ്ഥലത്തേക്ക് വരുന്നു.
പോലീസുകാർ ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇദ്ദേഹവും ഈ പെൺകുട്ടി വഴി കോൾ ചെയ്യുന്നവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കിഡ്നാപ്പറിൽ നിന്ന് കോൾ വരാണ്. അവനും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇത്രയും തുക വേണം, ഇല്ലെങ്കിൽ പയ്യനെ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നവൻ പറയുന്നു. അവൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്, ഏത് നമ്പറാണ് ഉപയോഗിക്കുന്നത് എന്ന് ട്രേസ് ചെയ്യാനുള്ള പണി ഇവർ വേഗത്തിൽ ചെയ്യുന്നു. ഇതാ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് പറയാണ്. ഉടനെ പോലീസ് സംഘം അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ ആ നമ്പർ ഉപയോഗിച്ചിരുന്ന സ്ത്രീ മരിച്ചുപോയെന്നാണ് മനസ്സിലാകുന്നത്. മരിച്ചുപോയ ആളുടെ ഫോണല്ല, സിം കാർഡാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുന്നു. ഇദ്ദേഹം വലിയ എന്തോ കണ്ടുപിടിച്ചതുപോലെയാണ് അവിടെ പെരുമാറിയത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്പോർട്സ് മിനിസ്റ്റർ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇവനെന്തിനാണ് ഈ കേസിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇൻസ്പെക്ടറും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ കേസും ഞാൻ വേഗത്തിൽ സോൾവ് ചെയ്തതാണ്, നിങ്ങളാണ് മനസ്സിലാക്കാതെ എന്നെ വഴക്ക് പറഞ്ഞത്. ഈ കേസും എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയും. എന്നാൽ എനിക്ക് പരിചിതമായ ഒരാളുണ്ട്, ഒരു പയ്യൻ. അവനെ വിളിച്ചു വരുത്തിയാൽ ഞാൻ ഈ കേസ് സോൾവ് ചെയ്യാം. എന്താ സമ്മതാണോ എന്ന് ചോദിക്കുകയാണ്. മിനിസ്റ്റർക്ക് ഇപ്പോൾ മകനെ രക്ഷിക്കുകയാണ് പ്രധാനം. ശരി, വിളിച്ചുകൊണ്ട് വാ എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ അദ്ദേഹം ഹീറോയെ അവിടേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും കിഡ്നാപ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ വേണമെന്ന് വെച്ച് വലിച്ചു നീട്ടി സംസാരിക്കണം എന്ന് ഇൻസ്പെക്ടറോട് ഹീറോ പറയുന്നു. ഇൻസ്പെക്ടർ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തിനാ എൻ്റെ സമയം കളയുന്നത്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ട്രേസ് ചെയ്തോ എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ട്രേസ് ചെയ്തു എന്ന് ഹീറോ പറയുന്നു. അവൻ എവിടെ പോകുന്നു വരുന്നു എന്ന് പോലും ഇയാൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുവഴി അവൻ്റെ വീട് കണ്ടുപിടിക്കാം എന്നവർ കരുതുന്നു. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരേ ഒരു വീട് മാത്രമേ ഉള്ളൂ. അവൻ അവിടെയാണുള്ളത്, അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറയും എന്ന് പോലീസുകാരോട് പറയുന്നു. നമ്മൾ വരുന്നതറിഞ്ഞാൽ അവൻ പയ്യനെ എന്തെങ്കിലും ചെയ്താലോ, നിരീക്ഷിക്കാൻ മാത്രം പറയേ എന്ന് ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ വീണ്ടും തന്റെ പഴയ പവറിലേക്ക് വന്നതുപോലെയാണ്. കാരണം എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇദ്ദേഹമാണല്ലോ. എല്ലാവരും ദൂരെ നിന്ന് നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്തോ എനിക്ക് ഈ ഭാര്യയുടെ മേലെ സംശയമുണ്ട്. മിനിസ്റ്ററുടെ ഭാര്യയുടെ പേര് ശ്രദ്ധ എന്നാണ്. ശ്രദ്ധയുടെ മേലെ എനിക്ക് സംശയമുണ്ട് എന്ന് ഹീറോ പറയുന്നു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ അവർക്ക് പങ്കുണ്ടാവില്ല എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അല്ല സർ, ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഹീറോ ഉറപ്പിച്ചു പറയുന്നു. ഇതിന്റെ പേരിൽ ഇവർ രണ്ടുപേരും 500 രൂപയുടെ ബെറ്റ് വയ്ക്കുന്നു. ഇവിടെ നീക്കങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ ഇടയ്ക്കിടെ അലക്സയോട് സംസാരിക്കുന്നുണ്ട്. സർ, ഇവർ അലക്സയോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് വെച്ച് ഇവരുടെ ജാതകം തന്നെ ഞാൻ എടുക്കാം എന്ന് ഹീറോ പറയുന്നു. ശ്രദ്ധ അലക്സയോട് സംസാരിക്കുന്നത് ഇയാൾ ഹാക്ക് ചെയ്യുന്നു. അലക്സയോട് ഇതിനു മുമ്പ് സംസാരിച്ച ഡേറ്റ എല്ലാം ഇവരെടുക്കുന്നു. അപ്പോഴാണ് അവർ ഓട്ടോ പിടിച്ചും ബസ് പിടിച്ചും ഒക്കെ യാത്ര ചെയ്തതായി മനസ്സിലാവുന്നത്. മിനിസ്റ്ററുടെ ഭാര്യ എന്തിനാണ് ബസ് പിടിച്ചു പോകുന്നത്, എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി ഇവർ ഡ്രൈവറെ കണ്ടുപിടിക്കുന്നു. ഡ്രൈവറോട് മാഡം എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം വ്യക്തമായി മറുപടി പറയുന്നില്ല, പരിഹസിച്ച് സംസാരിക്കുന്നു. ഇൻസ്പെക്ടർക്ക് ദേഷ്യം വന്ന് അവനെ അടിക്കുന്നു. മര്യാദയ്ക്ക് പറ എന്ന് ചോദിക്കുമ്പോൾ സാർ, ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് സാർ, ഒരു മോളിൽ പോയി, പക്ഷെ തിരിച്ചു വരാൻ ഒരുപാട് വൈകി എന്നൊക്കെ അവൻ പറയുന്നു. മോളിൽ നിന്ന് അവർ മറ്റെവിടേക്കോ പോയിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ആദ്യം മോളിലേക്ക് പോവാം എന്ന് കരുതി ഇരുവരും അവിടേക്ക് വരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. മോളിൽ വന്ന അവർ പിൻവാതിലൂടെ മറ്റെവിടേക്കോ പോയതായി കാണുന്നു. ആ സ്ഥലത്തേക്ക് പോവാന്ന് കരുതി ഇരുവരും യാത്ര തിരിക്കുന്നു. അവർ ഒറ്റപ്പെട്ട ഒരു ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിലേക്ക് ഒറ്റയ്ക്കല്ല, വേറൊരാൾക്കൊപ്പമാണ് അവർ പോകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളും അവർ കാണുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അവർക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് വെച്ചാൽ കിഡ്നാപ്പിങ്ങുമായി അവർക്ക് ബന്ധം ഉണ്ടാവണമെന്നില്ല, ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് ഹീറോയിൽ നിന്ന് 500 രൂപ വാങ്ങുന്നു. നേരത്തെ പോലീസുകാർ ഒരു വീട് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പോയി ചെക്ക് ചെയ്യാം എന്ന് ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. ആ വീട്ടിലുള്ളവനാണ് കോൾ ചെയ്തത്. അവന്റെ പേര് ഗൗതം എന്നാണ്. അവൻ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരനെ അവനെ ഫോളോ ചെയ്യാൻ പറഞ്ഞയക്കുന്നു. ആ ഗ്യാപ്പിൽ വീടിനുള്ളിൽ കയറാമെന്ന് കരുതി ഇൻസ്പെക്ടർ രഹസ്യമായി അകത്ത് കയറുന്നു. എന്തെങ്കിലും കിട്ടുമെന്ന് തിരയുന്നുണ്ട്. ഗൗതമിനെ ഫോളോ ചെയ്ത പോലീസുകാരനെ വെട്ടിച്ച് ഗൗതം പെട്ടെന്ന് തിരികെ വരുന്നു. ഇൻസ്പെക്ടർക്ക് അവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല. ഇറങ്ങാൻ നേരം ഞെട്ടിക്കുന്ന ഒരു കാര്യം അദ്ദേഹം കാണുന്നു. ഈ ഗൗതമും ശ്രദ്ധയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. ഇരുവരും ചേർന്നുള്ള ധാരാളം ഫോട്ടോകൾ അദ്ദേഹം കാണുന്നു. ഈ ഫോട്ടോകൾ തന്റെ ഫോണിൽ പകർത്തി അവൻ വരുന്നതിന് മുമ്പ് ഇൻസ്പെക്ടർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശ്രദ്ധ ഹോട്ടലിൽ പോയത് ഈ ഗൗതമിനോടൊപ്പമായിരുന്നു. ഹീറോയും ഇൻസ്പെക്ടറും ഈ കേസിൽ അല്പം പാളിച്ചകൾ വരുത്തുന്നത് കണ്ട് നിങ്ങൾ മാറി നിൽക്ക്, പോലീസുകാർ നോക്കിക്കോളും എന്ന് മിനിസ്റ്റർ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഒരിടത്ത് മാറി നിൽക്കുകയാണ്. ഗൗതമും ശ്രദ്ധയുമായി അവിഹിത ബന്ധമുണ്ട്. രണ്ടുപേരും ചേർന്നാണോ ഈ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തത് എന്നവർ സംശയിക്കുന്നു. ഇതിനെക്കുറിച്ച് ശ്രദ്ധയോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി അവർ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്നു. ഫോട്ടോകൾ കാണിക്കുന്നു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരും സത്യം പറയാൻ തയ്യാറാവുന്നു. ഗൗതമും ശ്രദ്ധയും കോളേജ് കാലത്ത് വളരെ അടുപ്പത്തിലായിരുന്നു. ഇപ്പോൾ അവന്റെ ബിസിനസ്സൊക്കെ തകർന്ന് അവൻ വാതുവെപ്പുകാരനായി മാറിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ 5 കോടി രൂപ ആവശ്യമുണ്ട്. നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഭീഷണിപ്പെടുത്തി വാങ്ങാനും എനിക്ക് താല്പര്യമില്ല. നിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയി നിന്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പണം വാങ്ങിക്കോളാം എന്ന് ഗൗതം പറഞ്ഞിരുന്നു.
ഇല്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് ശ്രദ്ധ പറഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാൻ ഈ ഫോട്ടോകൾ കാണിക്കും എന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണോ നിങ്ങൾ സമ്മതിച്ചത്? നിങ്ങളുടെ വീട്ടിലെ CCTV നിങ്ങൾ ഓഫ് ചെയ്തതാണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്. സാർ, ഞാൻ അവനെ സഹായിച്ചിട്ടില്ല സാർ. അവൻ വേറൊരു ഹാക്കറെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ദയവ് ചെയ്ത് ഇത് പുറത്തു പറയാതെ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാ എന്നവർ കേൺ അപേക്ഷിക്കുന്നു. ആ ഗൗതം ഉപയോഗിച്ച ഹാക്കർ ഇവനാണ്. ഇവൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. ഈ മാർട്ടിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. മാർട്ടിൻ ഗൗതമിനെ വിളിച്ച് സംസാരിക്കുന്നു. ഗൗതം, പോലീസിന് നിന്റെ മേൽ സംശയമുണ്ട്. അവർ നിന്റെ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്, നീ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണോ? ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് ഗൗതവും പറയുന്നു. ഇപ്പോൾ മാർട്ടിൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. മാർട്ടിൻ വല്ലാതെ ഭയപ്പെടുകയാണ്. എന്നാൽ ആ പോലീസുകാരൻ മാർട്ടിനെ പിടിക്കാനല്ല വന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടേപ്പ് എടുക്കാനാണ്. ഹീറോ പറഞ്ഞ അടയാളങ്ങളുള്ള ടേപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഹീറോയുടെ ടേപ്പ് കിട്ടി എന്ന് പോലീസുകാരൻ സന്തോഷിക്കുന്നു. ഹീറോയും അത് കണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലെ പാട്ട് വേറെയാണ്, റീറൈറ്റ് ചെയ്തതാണ്. സാർ, ഇത് എൻ്റെ മുത്തശ്ശി പാടിയ പാട്ടല്ല, വേറെ പാട്ടാണ് എന്ന് ഹീറോ സങ്കടപ്പെടുന്നു. സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് ഇൻസ്പെക്ടർ പറയാണ്. ആ പാട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായി അറിയില്ല, ഇങ്ങനെയാണ് വരികൾ എന്ന് പറഞ്ഞ ചില വരികൾ ഹീറോ പറയുന്നു. ആ വീട്ടിൽ ഇവർ രണ്ടുപേരും ഒരിടത്തിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. ഈ വീട്ടിൽ പ്രേതബാധയുണ്ട്. പ്രേതമാണ് ബെന്നി മോനെ എന്തോ ചെയ്തത്. അവൻ രാത്രിയിലൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നു. ഇവനെന്താ ഈ പ്രേതം പിശാച് എന്നൊക്കെ പറയുന്നത്? വെറുതെ ഓരോന്ന് പറയുന്നതായിരിക്കും എന്ന് കരുതി ഇവരത് കാര്യമാക്കുന്നില്ല. മിനിസ്റ്ററോട് ഇവരൊരു അവസരം കൂടി ചോദിക്കുന്നുണ്ട്. മകന്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു. പാസ്വേഡ് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അവന്റെ സുഹൃത്തിനെ വിളിച്ച പാസ്വേഡ് ചോദിക്കുന്നു. അവൻ ആദ്യം പറയുന്നില്ല. ഇൻസ്പെക്ടർ ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ ഭയന്ന് പാസ്വേഡ് പറയുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബെന്നി ബ്ലൂ വെയിൽ എന്ന ഗെയിം കളിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. അതെന്താ ഗെയിം എന്ന് മിനിസ്റ്റർ ചോദിക്കുകയാണ്. ഹീറോ അത് വിശദീകരിക്കുന്നു. സർ, ബ്ലൂ വെയിൽ ഗെയിമിൽ ചില ടാസ്കുകൾ തരും. ചെറിയ ടാസ്കിൽ തുടങ്ങി ജീവൻ പോകുന്ന വലിയ ടാസ്കുകൾ വരെ ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിന് വെള്ളത്തിനിടയിൽ കുറെ നേരം കിടക്കാൻ പറയും എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഇൻസ്പെക്ടർ ഞെട്ടിപ്പോവാണ്. നമ്മുടെ പയ്യനൊരു പക്ഷെ അങ്ങനെയാണോ മരിച്ചത്? നമ്മൾ എത്തുന്നതിന് മുമ്പ് അവൻ എന്തിനാ വെള്ളത്തിലിറങ്ങിയത്? എന്തിനാ ശ്വാസം അടക്കി പിടിച്ചത് എന്ന് ഇൻസ്പെക്ടർ ചിന്തിക്കുന്നു. മിനിസ്റ്റർക്കും ഭാര്യയ്ക്കും ഭയമാവുന്നുണ്ട്. ഈ ബ്ലൂ വെയിൽ ഗെയിം പലരും വ്യാജമായി ഉപയോഗിക്കാറുണ്ട്. ഈ ഹാക്കറും അങ്ങനെ വ്യാജമായി ഉപയോഗിച്ചതാകാം എന്ന് ഹീറോ പറയുന്നു. ഇതെല്ലാം ഹാക്കറായ മാർട്ടിൻ കാണുന്നുണ്ട്. ഹീറോയുടെ മുഖം കണ്ടതും മാർട്ടിൻ ഞെട്ടുന്നു. ഹീറോയ്ക്ക് നേരത്തെ വന്ന ആ ഓർമ്മ, അതായത് ലൈറ്റ് ഹൗസ്, ഇവനും വരുന്നു. എന്താണ് രണ്ടുപേർക്കും ഒരേ കാര്യം ഓർമ്മ വരുന്നതെന്ന് വ്യക്തമല്ല. ബെന്നി രാത്രികളിൽ ഓരോ ടാസ്കും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും ചെറിയ ടാസ്കുകളൊന്നും ബ്ലൂ വെയിൽ തരില്ല. ഇതൊരു വ്യാജ ഗെയിമാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഹീറോ പറയുന്നു. അപ്പോഴാണ് ഹാക്കർ ഇവരോട് നേരിട്ട് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ കണ്ടു എന്നവൻ പറയുന്നു. ഇത് കേട്ടതും ഹീറോ വേഗത്തിൽ ലാപ്ടോപ്പ് അടയ്ക്കുന്നു. ഹീറോയും ഹാക്കറാണല്ലോ, നിന്നെ ഞാൻ ഉടനെ കണ്ടുപിടിക്കും എന്ന് ഹീറോ അവനെ വെല്ലുവിളിക്കുന്നു. നീ കണ്ടുപിടിക്കുന്നതൊക്കെ ഇരിക്കട്ടെ, നിന്നെക്കുറിച്ച് ഒരു രഹസ്യം ഞാൻ പറയട്ടെ. നിനക്ക് സഞ്ജയ് സാറിനെ ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. സഞ്ജയ് സാർ എന്ന പേര് കേട്ടതും ഹീറോ ഞെട്ടുന്നു. എന്തിനാണ് ഹീറോ ആ പേര് കേട്ട് ഞെട്ടുന്നത് എന്ന് ഇൻസ്പെക്ടറും ചിന്തിക്കുന്നു. ഞെട്ടിയ ഹീറോ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. ഇൻസ്പെക്ടറും വീട്ടിലെത്തി മകന്റെ സാധനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്റെ മകനും ബ്ലൂ വെയിൽ എന്ന ക്രൂരമായ ഗെയിം കളിച്ചിരുന്നതായി മനസ്സിലാക്കുന്നു. ഈ ഗെയിം കാരണമാവാം നമ്മുടെ മകന് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പുറത്ത് ഹീറോ പരിഭ്രാന്തിയോടെ വീട്ടിലേക്ക് എത്തുകയാണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഹാക്കർ സംസാരിക്കുന്നു. സഞ്ജയ് സാറിന് ഓർമ്മയുണ്ടോ? അദ്ദേഹം മരിക്കാൻ കാരണം നീ മാത്രമാണ്. നീ ഉടനെ ഈ ആശുപത്രിയിലുള്ള ഈ റൂമിലേക്ക് വരണം. വന്നില്ലെങ്കിൽ ഈ പയ്യന്റെ കഥ ഞാൻ കഴിക്കും എന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു. ശരി, ഞാൻ വരാം എന്ന് ഹീറോ സമ്മതിച്ച് ആശുപത്രിയിലെത്തുന്നു. ആ റൂമിൽ നോക്കുമ്പോൾ അയാൾ ഞെട്ടുകയാണ്. സഞ്ജയ് എന്നൊരാൾ ഇയാൾ കാരണം മരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ ഉള്ളത്. അവരെ കണ്ട് ഹീറോയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. ഞാൻ കാരണമാണല്ലോ ഇവർക്ക് ഈ ഗതി വന്നത് എന്ന് അയാൾ സങ്കടപ്പെടുന്നു. ഇതെല്ലാം ഹാക്കർ വാതിൽക്കൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. അവനും അവിടെ നിന്ന് പോകുന്നു. ഇൻസ്പെക്ടർ ഹീറോയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അന്വേഷണത്തിൽ ഹീറോയുടെ ഐഡന്റിറ്റി വ്യാജമാണെന്ന് മനസ്സിലാവുന്നു. എന്തിനാണ് അവൻ വ്യാജ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത് എന്ന് സംശയിച്ച് ഇൻസ്പെക്ടർ നേരിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എന്താ സംഭവിച്ചത്, സത്യം പറ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ, ഞാൻ വ്യാജ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി വേറെയാണ് എന്ന് പറഞ്ഞ ഹീറോ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പ്രീതം അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. സഞ്ജയ് എന്ന പ്രൊഫസർ വളരെ കർശനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പ്രീതം വൈകി ചെല്ലാൻ ഇടയാവുന്നു. എത്രയും വേഗം ക്ലാസ്സിൽ കയറണമെന്ന് കരുതി ചെല്ലുമ്പോൾ അദ്ദേഹം ക്ലാസ് തുടങ്ങി കഴിഞ്ഞിരുന്നു. വൈകി വന്നതിന് പ്രീതത്തെ അദ്ദേഹം ചീത്ത പറയുന്നു. മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ചിരിക്കുന്നത് കണ്ട് പ്രീതത്തിന് വലിയ അപമാനമായി തോന്നുന്നു. ഈ പ്രൊഫസർ എന്തെങ്കിലും ചെയ്യണം എന്നവൻ തീരുമാനിക്കുന്നു. അവന് അന്നു മുതലേ ഹാക്കിംഗ് അറിയാമായിരുന്നു. പ്രൊഫസറുടെ ഇമെയിൽ അവൻ ഹാക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രൊഫസർക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ളതായി മനസ്സിലാവുന്നു. അവരൊന്നിച്ചുള്ള ഫോട്ടോകൾ അവന് കിട്ടുന്നു. ഈ ഫോട്ടോകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നവൻ തീരുമാനിക്കുന്നു. സഞ്ജയന്റെ ഭാര്യ ഈ ഫോട്ടോ കണ്ട് വല്ലാതെ വിഷമിക്കുന്നു. സഞ്ജയ് അവരോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ ശരിക്കും പ്രതികരിക്കുന്നില്ല. കാരണം മനസ്സിലാകാതെ സഞ്ജയ് ജോലിക്ക് പോകുന്നു.
ജോലി സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാവരും ഇയാളെ നോക്കി ചിരിക്കുന്നു. എന്തിനാണ് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ്സിലെ പ്രൊജക്ടറിൽ ഇയാളും ആ സ്ത്രീയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഇയാളെ കളിയാക്കുന്നു. സാരമില്ല, ഞാൻ വിചാരിച്ചത് നടന്നു എന്ന് ഹീറോ അന്ന് സന്തോഷിച്ചു. ഇത് കാരണം സഞ്ജയും ഭാര്യയും തമ്മിൽ വലിയ വഴക്കുണ്ടാവുന്നു. ഈ വഴക്ക് കാരണം വല്ലാതെ വിഷമിച്ച സഞ്ജയ് ഒരു ടവറിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. സഞ്ജയിന് തന്റെ പ്രായമുള്ള ഒരു മകനാണെന്ന് മാത്രമേ പ്രീതത്തിന് അന്ന് അറിയാമായിരുന്നുള്ളൂ. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് കരുതി തന്റെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റി അവൻ നാട് വിടുകയായിരുന്നു. അവനാണ് ഇപ്പോൾ എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് സാർ. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, ആ പയ്യൻ എവിടെ? അവനെ എന്നെ ഏൽപ്പിക്കേ. ഇല്ലില്ല, ഇനി മുതൽ ഇത് എന്റെ പ്രശ്നമാണ്. ആ പയ്യനെ ഞാൻ നിന്നെ ഏൽപ്പിക്കില്ല, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് മാർട്ടിൻ കോള് കട്ട് ചെയ്യുന്നു. അവനിപ്പോൾ ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കുഞ്ഞിനെ തിരികെ വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ ഓരോ വിരലായി ഞാൻ മുറിച്ചെടുക്കും എന്നവൻ പറയാണ്. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കുടുംബം കേണപേക്ഷിക്കുന്നു. അവൻ പണം ആവശ്യപ്പെടുമ്പോൾ ഇവർ വേഗത്തിൽ പണം റെഡിയാക്കുന്നു. ആ പണം ഹീറോ തന്നെ കൊണ്ടുവന്ന് നൽകണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് അവൻ അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. നീ പോയി കൊടുക്കുക എന്നവർ ഹീറോയോട് പറയുന്നു. ഹീറോ അത് സമ്മതിക്കുന്നു. ഈ സമയത്ത് അവിടെയുള്ള ജോലിക്കാരൻ വീണ്ടും പറയുന്നു, സാർ സിംഗിൾ നൂഡിൽസ് ഒക്കെ വരുന്നുണ്ട്, പ്രേതമുണ്ട് സാർ എന്ന്. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോ എന്ന് പറഞ്ഞ് അവരവനെ ചീത്ത വിളിക്കുന്നു. ഹീറോയ്ക്ക് പണം കൊടുത്ത് അവരയക്കുകയാണ്. ഹീറോ അവർ പറഞ്ഞ സ്ഥലത്ത് വരുന്നു. നീ ചോദിച്ച പണം ഇതാ, ആ പയ്യനെ വിട്ടയക്ക് എന്ന് പറയാണ്. ഞാൻ നിന്നെ തല്ലാനാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് അവൻ ഹീറോയെ ക്രൂരമായി മർദ്ദിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലടാ എന്നൊക്കെ പറഞ്ഞ് അവൻ അടിക്കുകയാണ്. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്നെ വെറുതെ വിട് എന്ന് ഹീറോ പറയുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ വിടില്ല, എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ നീയും മരിക്കണം എന്ന് പറഞ്ഞ് അവൻ ഹീറോയെ അടിച്ചു വീഴ്ത്തുന്നു. ബോധം കെട്ടുകിടന്ന ഹീറോയുടെ ഫോണിൽ നിന്ന് പയ്യൻ സേഫ് ആണ് എന്നൊരു മെസ്സേജ് അവൻ അയക്കുന്നു. അത് കണ്ട് ഇൻസ്പെക്ടറും പയ്യന്റെ മാതാപിതാക്കളും സന്തോഷിക്കുകയാണ്. പയ്യൻ ഇപ്പോൾ വരുമെന്ന് കരുതി അവർ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ മെസ്സേജ് അയച്ചത് ഹീറോ അല്ലായിരുന്നു. ഹീറോയുടെ ഫോൺ മാർട്ടിൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് അവർക്ക് പതുക്കെ മനസ്സിലാവുന്നു. കാരണം കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന ഹീറോ വേറൊരു ഫോണിൽ നിന്ന് വിളിക്കുന്നു. അവൻ എൻ്റെ ഫോൺ കൊണ്ടുപോയി, അവനായിരിക്കും ആ മെസ്സേജ് അയച്ചത് എന്ന് പറയുന്നു. അയ്യോ, മോൻ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ എന്നോർത്ത് അവർ വീണ്ടും വിഷമിക്കുന്നു. എൻ്റെ ഫോൺ ഞാൻ ട്രേസ് ചെയ്യാം എന്ന് ഹീറോ പറയാണ്. ട്രേസ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഹോട്ടലിലാണ് കാണിക്കുന്നത്. അവിടെ ഒരുപാട് റൂമുകളുണ്ട്. മഫ്റ്റിയിൽ ഒരു 10 പോലീസുകാരെ അവിടേക്ക് അയക്കാൻ പറയുന്നു. പോലീസുകാർ അവിടെ എത്തി എവിടെ പോയി തിരയുമെന്നാണ് എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, നിങ്ങൾ ഓരോരുത്തരും ഓരോ പാട്ട് പാടിക്കൊണ്ട് നടന്നു പോകും എന്ന് ഹീറോ പറയുന്നു. അവരും അങ്ങനെ ചെയ്യാണ്. ഹീറോ തൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് അതിലെ മൈക്ക് ഓൺ ആക്കുന്നു. ആരുടെ പാട്ടാണോ കൂടുതൽ വ്യക്തമായി കേൾക്കുന്നത് അവിടെയാണ് എൻ്റെ ഫോണുള്ളത് എന്ന് ഹീറോ പറയുന്നു. ഒരാളുടെ പാട്ട് വ്യക്തമായി കേൾക്കുന്നുണ്ട്, അവിടെയാണ് ഫോണുള്ളത്, ആ റൂമിലേക്ക് വേഗം പോ എന്ന് ഹീറോ പറയുന്നു. ആ റൂമിലായിരിക്കും അവനും ആ പയ്യനും ഉള്ളത് എന്ന് കരുതി അവർ റൂം തകർത്ത് അകത്ത് കയറുന്നു. നോക്കുമ്പോൾ അവിടെ ഫോൺ മാത്രമേ ഉള്ളൂ. അവൻ പയ്യനുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഹീറോയും ഇൻസ്പെക്ടറും നിരാശരാവുന്നു. അവൻ ഒരു കാറിൽ രക്ഷപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. മാർട്ടിൻ പണം മുഴുവൻ വാങ്ങിയിട്ടും കുഞ്ഞിനെ തിരികെ നൽകാത്തതിൽ ആ മിനിസ്റ്ററുടെ കുടുംബം വലിയ ദേഷ്യത്തിലാണ്. മാർട്ടിനുമായി ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അവൻ തന്റെ ആവശ്യം വ്യക്തമാക്കുന്നു. എനിക്ക് ഹീറോയുടെ ജീവനാണ് വേണ്ടത്. എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ അവനും മരിക്കണം, എങ്കിലേ ആ പയ്യനെ ഞാൻ വിടൂ, ഇല്ലെങ്കിൽ ഓരോ വിരലായി ഞാൻ മുറിക്കും എന്നവൻ പറയുന്നു. ഇവരെങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഹീറോ വീണ്ടും ട്രേസ് ചെയ്യാണ്. സർ, അവനൊരു ബസ്സിലാണ് പോകുന്നത്, ഈ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു, ബസ് തടയാൻ പറ എന്ന് ഹീറോ പറയുന്നു. ഇൻസ്പെക്ടർ ബസ് തടയുന്നു. ഹീറോയും ഇൻസ്പെക്ടറും ബസ്സിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ ബസ്സിലുണ്ടായിരുന്ന ഒരു മുത്തശ്ശിയുടെ കയ്യിലാണെന്ന് മനസ്സിലാവുന്നു. അവൻ രക്ഷപ്പെടുന്നതിനിടയിൽ ഫോൺ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അവൻ ആ പയ്യന്റെ 2ാമത്തെ വിരൽ മുറിച്ച് ഫോട്ടോ എടുത്ത് അയക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ നിൽക്കുകയാണ്. ഞങ്ങൾ പണവും നൽകി, ഇനി അവൻ എന്താണ് വേണ്ടത്? നിങ്ങളുടെ പോലീസ് എന്താണ് ചെയ്യുന്നത് എന്ന് ആ കുടുംബം ദേഷ്യപ്പെടുകയാണ്. സീനിയറും ഇൻസ്പെക്ടറെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ഹീറോയുടെ സ്മാർട്ട് വാച്ച് ഊരി വെച്ചിട്ട് ഇൻസ്പെക്ടർ അവനെ മാറ്റി നിർത്തുന്നു. നിന്റെ വാച്ച് അവൻ ഹാക്ക് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ നീക്കങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ, അത് ഞാൻ ചിന്തിച്ചില്ല. അവൻ എൻ്റെ വാച്ചും ഹാക്ക് ചെയ്തിരിക്കാം എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ അവരവനെ കബളിപ്പിക്കാനായി വ്യാജമായി ഒരു സംഭാഷണം നടത്തുന്നു. സാർ, ഞാൻ മരിച്ചാലേ ഇത് അവസാനിക്കൂ, ഞാൻ മരിക്കാൻ പോവാണ് എന്ന് ഹീറോ പറയാണ്. ശരി, നീ പൊക്കോ എന്ന് ഇൻസ്പെക്ടറും പറയുന്നുണ്ട്. അവനെ വിശ്വസിപ്പിക്കാനാണ് അവരിങ്ങനെ സംസാരിച്ചത്. സത്യത്തിൽ ഹീറോയെ ഫോളോ ചെയ്ത് പോലീസും പോകുന്നുണ്ട്. ഹീറോ മരിക്കുന്നത് കാണാൻ എന്തായാലും അവൻ വരുമല്ലോ, അപ്പോൾ അവനെ പിടിക്കാം എന്നാണ് പ്ലാൻ. ഹീറോ ആ ലൈറ്റ് ഹൗസിന്റെ അടുത്തെത്തുന്നു. ഹീറോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷിക്കാനായി പോലീസുകാരും ഇൻസ്പെക്ടറും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവനെ കണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ഇല്ല സാർ, ഞാൻ മുകളിലേക്ക് പോവാണ് എന്ന് ഹീറോ പറയുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവൻ അയച്ച ഫോട്ടോയിൽ പയ്യന്റെ കയ്യിൽ തീപ്പൊള്ളലേറ്റ പാടുണ്ടായിരുന്നില്ലേ? ഇൻസ്പെക്ടർ അവന് കൈ കൊടുക്കുമ്പോൾ ആ പാടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ആ പാടെങ്ങനെ മാറും? എന്തോ കുഴപ്പമുണ്ട് സാർ എന്ന് ഇൻസ്പെക്ടർ പറയാണ്. സാർ, എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്, അവൻ ആ പയ്യനെ തട്ടിക്കൊണ്ട് പോയിട്ടേ ഉണ്ടാവില്ല സാർ.
നമുക്ക് അയച്ചു തന്നൊക്കെ AI ജനറേറ്റഡ് ഫോട്ടോകളാവാം എന്ന് ഹീറോ പറയുന്നു. ആ മാർട്ടിൻ ഇതിനു മുമ്പും ആ പയ്യൻ ഒരുപാട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ നീ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കണം എന്നെന്തെങ്കിലും ടാസ്ക് അവൻ കൊടുത്തിട്ടുണ്ടാവും സാർ. ആ പയ്യൻ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പോലീസുകാരോട് അവിടെ ചെക്ക് ചെയ്യാൻ പറ എന്ന് ഹീറോ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ സിംഗിൾ ന്യൂഡിൽസ് വന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു പക്ഷേ അവൻ വാട്ടർ ടാങ്കിലായിരിക്കോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. അതെ സാർ, ടാങ്കിലാവാനും സാധ്യതയുണ്ട് എന്ന് ഹീറോ പറയുന്നു. ഹീറോ ഇപ്പോൾ ടവറിന്റെ മുകളിലെത്തുന്നു. അവിടെ മാർട്ടിൻ കാത്തു നിൽക്കുന്നുണ്ട്. നീ ചാടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കാണാൻ വന്നത്, ചാട് എന്നവൻ പറയാണ്. ഞാൻ എന്തിനാണ് ചാടുന്നത്? ഞാനൊന്നും ചാടില്ല എന്ന് ഹീറോ പറയാണ്. നീ ചാടിയില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ തള്ളിയിടും എന്ന് പറഞ്ഞ് അവൻ ഹീറോയുമായി ഏറ്റുമുട്ടുന്നു. ഇവർ തമ്മിൽ അടിപിടി നടക്കുമ്പോൾ ഇൻസ്പെക്ടർ വീട്ടിലുള്ള ഒരു പോലീസുകാരനെ വിളിക്കുന്നു. എടോ, ആ പയ്യൻ വീട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്, മിക്കവാറും ടാങ്കിലായിരിക്കും, പോയി ചെക്ക് ചെയ്യ് എന്ന് പറയാണ്. അയാളും അത് സമ്മതിക്കുന്നു. ഹീറോ അടി വാങ്ങുന്നത് കണ്ട് ഇൻസ്പെക്ടർ അവിടേക്ക് വരികയാണ്. ഇവനാണോ അവൻ എന്ന് ചോദിച്ച് ഇൻസ്പെക്ടർ മാർട്ടിന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, സർ ഇത് അവനല്ല സർ, അവനാണെന്ന് കരുതി ഞാൻ വെറുതെ തല്ലുകൂടിയതാണ്, പക്ഷെ ഇത് അവനല്ല സർ. ഇത് കേട്ട് മാർട്ടിൻ ഞെട്ടുകയാണ്. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ പിടിച്ചു കൊടുക്കായിരുന്നു, എന്തിനാണ് എന്നെ അവൻ രക്ഷിക്കുന്നത് എന്ന് മാർട്ടിൻ ചിന്തിക്കുകയാണ്. മാർട്ടിൻ അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിലുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ടാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ ആ പയ്യൻ അതിലുണ്ട്. അവൻ ടാസ്ക് ചെയ്യായിരുന്നല്ലോ. മോനെ തിരികെ കിട്ടിയതറിഞ്ഞ് വീട്ടുകാരെല്ലാവർക്കും ആശ്വാസമാവുന്നു. വാർത്തകളിലും അത് വരെയാണ്. അപ്പോഴാണ് ശ്രദ്ധയെ വീണ്ടും ഗൗതം വിളിക്കുന്നത്. എന്താ ശ്രദ്ധ, പയ്യനെ കിട്ടിയത് കൊണ്ട് സമാധാനായോ? ഇനി ഞാൻ ആ ഫോട്ടോ നിന്റെ ഭർത്താവിനെ കാണിച്ചാലോ? ഭാര്യയ്ക്ക് വാതുവെപ്പുകാരനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ നാണം കെടുത്തും. എനിക്ക് പണം തരുമല്ലോ എന്നവൻ ഭീഷണിപ്പെടുത്തുന്നു. ഇൻസ്പെക്ടർ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അവനാണ് യഥാർത്ഥ മാർട്ടിൻ എന്ന് എനിക്കറിയാം, നീ എന്തിനാ അവനെ വെറുതെ വിട്ടത്? സർ, ശരിക്കും തെറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് അവന്റെ ജീവിതം ഇങ്ങനെയായത്. അവന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല എന്ന് ഹീറോ പറയുന്നു. സാർ, വണ്ടി നിർത്ത്, ഇനി ഞാൻ നിങ്ങൾ എപ്പോഴാണ് കാണുക എന്നറിയില്ല. എനിക്ക് വേണ്ടി ഞാനൊരു വീഡിയോ എടുക്കട്ടെ സർ എന്ന് ചോദിച്ച് ഹീറോ ഒരു വീഡിയോ എടുക്കുന്നു. എൻ്റെ മുത്തശ്ശി ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിക്കാണ്. സോറി സോറി എന്ന വരികളുള്ള ആ പാട്ട് ഇദ്ദേഹം പാടുന്നു. ഹീറോ അത് റെക്കോർഡ് ചെയ്ത് ഇൻസ്പെക്ടറോട് ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. വീട്ടിൽ ചെന്നാൽ മിനിസ്റ്റർ തന്നെ അഭിനന്ദിക്കുമെന്നും തന്റെ പഴയ ജോലി തിരികെ കിട്ടുമെന്നും കരുതി ഇൻസ്പെക്ടർ സന്തോഷത്തോടെ അവിടേക്ക് വരുന്നു. മിനിസ്റ്റർ അഭിനന്ദിക്കുന്നുണ്ട്, പക്ഷേ ഇൻസ്പെക്ടറെ അല്ല, ആ പോലീസ് കോൺസ്റ്റബിളിനെ. ഇവനാണ് ബുദ്ധിപൂർവ്വം അവിടെ പോയി ചെക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇൻസ്പെക്ടർ പറഞ്ഞിട്ടാണല്ലോ അയാൾ ചെക്ക് ചെയ്തത്, പക്ഷേ കോൺസ്റ്റബിൾ അതെല്ലാം മറച്ചു വെച്ചു. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും കോൺസ്റ്റബിളിന് പോകുന്നു. ആരും ഇൻസ്പെക്ടറെ വകവയ്ക്കുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എൻ്റെ ജോലി കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഇദ്ദേഹം വല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധയുടെ കോൾ വരുന്നത്. ആ പഴയ കാമുകൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നവർ ചോദിക്കുകയാണ്. വിഷമിക്കണ്ട മാഡം, ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോ പറയുന്നു. ശരിയെന്ന് ശ്രദ്ധയും സമ്മതിക്കുന്നു. സർ, നിങ്ങൾക്ക് TV ചാനലിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടി അറിയാലോ, അവരോട് ഒരു സഹായം ചോദിക്കണം എന്ന് ഹീറോ പറയുന്നു. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. രാത്രിയിൽ ആ പെൺകുട്ടി ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാണ്. സ്പോർട്സ് മിനിസ്റ്ററുടെ ഭാര്യ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞാണ് ഷോ തുടങ്ങുന്നത്. അയ്യോ, വരാൻ പോകുന്നല്ലോ എന്ന് കരുതി ശ്രദ്ധ ഭയക്കാണ്. എന്നാൽ സ്ക്രീനിൽ വരുന്നത് ശ്രദ്ധയും വീരേന്ദ്ര സെവാഗും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇതെന്താ ശ്രദ്ധ എന്ന് ഭർത്താവ് ചോദിക്കുകയാണ്. എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ശ്രദ്ധ പറയുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വീരേന്ദ്ര സെവാഗിനോട് തന്നെ ചോദിച്ചിരുന്നു എന്ന് ന്യൂസ് വായിക്കുന്നവർ പറയാണ്. വീരേന്ദ്ര സെവാഗ് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ മാലദ്വീപിൽ പോയിട്ട് പോലുമില്ല, എൻ്റെ പാസ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, ആ സ്ത്രീ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന്. നമുക്ക് മറ്റൊരു ഫോട്ടോ കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരത് കാണിക്കുന്നു. അതിൽ അവർ സഞ്ജയ് ദത്തിനോടൊപ്പം നിൽക്കുകയാണ്. സഞ്ജയ് ദത്തിനൊപ്പോ എന്നെല്ലാവരും അത്ഭുതപ്പെടുന്നു. ഇതൊരു വ്യാജ ഫോട്ടോയാണോ എന്ന് പ്രോഗ്രാം അവതാരകർ തന്നെ ചർച്ച ചെയ്യാണ്. സഞ്ജയ് ദത്തിനോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവർക്കൊപ്പൊന്നും പോയിട്ടില്ല, വേറെ നായികമാർക്കൊപ്പമാണ് പോയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം തമാശയായി പറയുന്നു. ഇനി വേറൊരാളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗൗതം അയച്ച ഫോട്ടോ അവർ കാണിക്കുന്നു. ആദ്യത്തെ 2 ഫോട്ടോകളും വ്യാജമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇതും വ്യാജമാണെന്ന് എല്ലാവരും കരുതുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗതമിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആക്കി തീർത്തല്ലോ എന്നവൻ അമർഷം കൊള്ളുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഹീറോയാണ് ഇതിന് സഹായിച്ചതെന്നോർത്ത് ശ്രദ്ധ സന്തോഷിക്കുന്നു. അതേസമയം ഇൻസ്പെക്ടറും ഹീറോയും ചേർന്ന് ഗൗതമിനെ പിടികൂടുന്നു. ജയിലിൽ പോകാൻ തയ്യാറാണോ? വാ പോവാം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ടു പോകുന്നു. സഹായിച്ചതിന് ശ്രദ്ധ ഹീറോയോട് നന്ദി പറയുന്നു. ഇൻസ്പെക്ടറുടെ ഭാര്യ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ, ഇപ്പോൾ അവർ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ആ പയ്യൻ നിനക്ക് ക്രെഡിറ്റ് കിട്ടാത്ത കാര്യമൊക്കെ എന്നോട് പറഞ്ഞു, വിഷമിക്കാതെ നമുക്ക് നോക്കാം എന്നവർ പറയുന്നു. ഹീറോയാണ് ഇവരെ ഒന്നിപ്പിച്ചതെന്ന് ഇൻസ്പെക്ടർക്കും മനസ്സിലാവുന്നു. അതിനു പുറമെ നീ ഒരു പാട്ട് പാടി എന്നോട് സോറി പറഞ്ഞില്ലേ, ആ പാട്ട് എൻ്റെ ടീച്ചറാണ് പാടാറ്, എനിക്കും ആ പാട്ട് അറിയാം എന്നവർ പറയുന്നു. അറിയാമോ, എനിക്ക് വേണ്ടി അതൊന്ന് പാടിത്തരാമോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. കാരണം ആ പാട്ടാണല്ലോ ഇവർക്ക് കിട്ടാതിരുന്നത്. ഞാൻ പാടിത്തരാമെന്ന് പറഞ്ഞ് അവരത് പാടുന്നു. ഹീറോയും ഇൻസ്പെക്ടറും ചേർന്ന് അത് റെക്കോർഡ് ചെയ്യുന്നു. ഇത് മുത്തശ്ശനെ കേൾപ്പിച്ചാൽ അദ്ദേഹം സന്തോഷിക്കും എന്ന് ഹീറോ കരുതുകയാണ്. മറ്റൊരു വശത്ത് മാർട്ടിനെ കാണിക്കുന്നു. മരിച്ചുപോയ അച്ഛൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ അവൻ നിൽക്കുകയാണ്. അവൻ ശ്രദ്ധയെ വിളിച്ച്,
നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം. അതുപോലെ ഹീറോയോടും ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം എന്ന് പറയുന്നു. മുത്തശ്ശൻ ഭാര്യയുടെ പാട്ട് കേൾക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആ പാട്ട് അവിടെ കേൾക്കാണ്. പാട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഹീറോ ആ പാട്ട് മുത്തശ്ശന് നൽകുന്നു. മുത്തശ്ശൻ അത് കേട്ട് സന്തോഷിക്കുകയും കൊച്ചുമകനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇൻസ്പെക്ടർ ഇപ്പോഴും തനിക്ക് ഇഷ്ടമല്ലാത്ത ആ സൈബർ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് എൻ്റെ ഫോളോവേഴ്സ് കുറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം എന്ന് പരാതിപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഇദ്ദേഹം ഹീറോയെ വിളിച്ചിട്ട് ഈ ജോലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കടാ എന്ന് ചോദിക്കുകയാണ്. സർ, ഗോവയിൽ ഉടനെ ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെടും. ആ കേസ് നിങ്ങളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരികെ കിട്ടും സർ എന്ന് ഹീറോ പറയുന്നു. ഏത് ബാങ്കാണ് കൊള്ളയടിക്കുന്നത്, ആരാണ് കൊള്ളയടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ് കൊള്ളയടിക്കേണ്ടത്. കൊള്ളയടിച്ചിട്ട് നിങ്ങൾ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്ന പോലെ ഒരു നാടകം കളിക്കണം, ജോലി കിട്ടും എന്നൊക്കെ ഹീറോ തമാശയായി പറയുന്നു. എന്നെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്നു. ഹീറോയും ചിരിക്കുകയാണ്. ഇതോടെ ഈ സീരീസിന്റെ കഥ അവസാനിക്കുകയാണ്. സോ കഥ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.